ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ 32ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉത്തര കേരളത്തിൽ കുടിയേറ്റ മേഖലയിൽ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും നിരീശ്വരവാദിയുമായിരുന്നു ഗ്രിഗറി. ഒരു ദിവസം ധ്യാനത്തിന് പോകാനായി ഒരുങ്ങുന്നു. എല്ലാവരും അമ്പരന്നു. ഇങ്ങനെ പറഞ്ഞു, നന്നായാൽ അവന് കൊള്ളാം. ആരാണ് ഗ്രിഗറി? നാടറിയപ്പെടുന്ന ഒരു കൊടും ക്രിമിനലായിരുന്നു. നാളുകൾ പിന്നിട്ടു. ഇന്ന് കാലമേറെ മാറി. എന്നാൽ ഗ്രിഗറി മാറി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പിന്നീട് കൂടുതൽ ധ്യാനം കൂടാൻ തുടങ്ങി. ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അവനെ അറിയുന്നവർ വീണ്ടും അവനോട് ചോദിച്ചു, ഇതെത്ര കാലം ഉണ്ടാകുമോ ആവോ? ഗ്രിഗറിയുടെ ജീവിതം ഇന്ന് നമ്മോട് എന്താണ് പറയുന്നത്? ലോകം ഇന്ന് എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഞാൻ നോക്കാറില്ല. എന്നാൽ എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, കഴിഞ്ഞ കാലത്തിൻ്റെ മഹിമകളിലല്ല, ജാളിതകളിലാണ് തൻ്റെ ജീവിതം. നേരം പോകുവാൻ വിഷമമുണ്ടെന്ന് പറയുന്നവരോടും സമയം കളയാൻ യാത്ര ചെയ്യുന്നവരോടും ഒരു വാക്കാണ് പറയാനുള്ളത്. ആർക്കും അധ്വാനിപ്പാൻ കഴിയാത്ത രാത്രി വരുന്നുണ്ട്. ആയതിനാൽ ഇപ്പോൾ അധ്വാനിക്കുവിൻ. ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആ ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ പ്രഭാതം വരെയും കൃപയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിച്ച പരമപിതാവേ, ജീവിതത്തിൻ്റെ ഈ പകലിൻ്റെ അലച്ചിലുകളിലും ഓട്ടപ്രദക്ഷിണങ്ങളിലും സ്വസ്ഥമായി ജീവിക്കുവാനും അവിടുന്ന് കരുണ തോന്നണമേ. ദൈവമേ, കൃപയുടെ തണലിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നല്ലോ. ഞങ്ങളുടെ ബലഹീനതകളെ ഒന്നും അവിടുന്ന് ഓർക്കരുതേ ദൈവമേ. ആഴമേറിയ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. നൽകിയ എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.